AC മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പമ്മലുണ്ട്. കളറ് നമ്മൾ ഏകദേശം സാനിയുടെ സാനി 35 തന്നെ ഏകദേശം കളറാണ് ഇതിന് വരുന്നത്. ഹായ്, അപ്പം നമുക്ക് ഇന്നൊരു പുതിയ മെഷീനാണ്, അതായത് നമ്മുടെ XCMGയുടെ ഒരു മെഷീനാണ്. അതായത് ഈ XE40U എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. അതിന് നമുക്ക് പരിചയപ്പെടാം. ഇത് തികച്ചും വ്യത്യസ്തമായൊരു മെഷീനാണ്, AC മെഷീനാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയാം. ഓക്കെ, നമുക്ക് തുടക്കം തന്നെ പറയുമ്പോൾ കണ്ടോ, ഇതിന് ലോഡർ ബ്ലേഡ് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമേറിയ ഒരു ലോഡർ ബ്ലേഡാണ് ഇതിന് വരുന്നത് തന്നെ. പിന്നെ നമുക്ക് എക്സ്കവേറ്റർ ആയാലും ഏകദേശം സാനി 35ൻ്റെ ഏകദേശം ആ സെഗ്മെൻറ്റിൽ തന്നെ ഒരു വണ്ടിയാണിത്. ഏകദേശം അത്ര തന്നെ വലിപ്പമുണ്ട്, അതിനൊക്കെ വലിപ്പം വ്യത്യാസം കൂടുതലുള്ളൂ. പിന്നെ ട്രാക്കിലേക്ക് വരികയാണെങ്കിൽ മറ്റേ ചെയിൻ്റെ തന്നെ ട്രാക്ക് അല്പം വീതി കൂടുതലാണ്, സാനീനൊക്കെ അല്പം വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസാനിലോ മറ്റുള്ളതിൽ കയറാൻ പാടാണ്. ഐഷറോ മസ്റ്റ് അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ കയറുള്ളൂ. മെഷീൻ ഒരു AC ക്യാബിൻ മെഷീനാണ്. ഇപ്പോൾ കളറ് നമ്മൾ ഏകദേശം സാനിയുടെ സാനി 35 തന്നെ ഏകദേശം കളറാണ് ഇതിന് വരുന്നത്. പിന്നെ ബക്കറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ബക്കറ്റ് 2 അടിയുടെ തന്നെ ബക്കറ്റാണ് വരുന്നത്. അപ്പോൾ സാനിയുടെ പോലത്തെ ബക്കറ്റ് തന്നെ. അപ്പോൾ 4 ടീത്ത് വരുന്നത്. പിന്നെ ബക്കറ്റിന് അല്പം ഡെത്ത് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് മണ്ണ് കയറ്റി ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ ചെയിൻ ട്രാക്ക് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മറ്റേ സോക്കറ്റ് വീലും മറ്റേ റോളറും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാനി 35 ആയിട്ട് ഏകദേശം സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലിങ്ക് സെറ്റ് തന്നെ സാനിയായിട്ട് മാച്ച് ആവുന്നതാണ്. ലിങ്ക് നല്ല കട്ടി മറ്റേ ബോൾട്ട് ചെയ്യാൻ പറ്റുന്ന പ്ലേറ്റാണ് ചെയിൻ വരുന്നത്. ഏകദേശം സാനിയായിട്ടൊക്കെ സാദൃശ്യമുണ്ട് എല്ലാത്തിനും. ഇപ്പോൾ ട്രാക്ക് മോട്ടറൊക്കെ സാനിയുടെ വലിപ്പം തന്നെ ഉള്ളൂ, ട്രാക്ക് മോട്ടറും കാര്യങ്ങൾക്കും. പിന്നെ ഇവിടെ നമുക്ക് 4 ചെയിൻ ലോളറാണ് വരുന്നത്. ഒരു ലോളർ അപ്പർ ലോളർ, അങ്ങനെ മൊത്തം 5 ലോളറാണ് ട്രാക്കിന് വരുന്നത്. പിന്നെ നമുക്ക് എൻജിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ XCMGയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനൊക്കെ അതിന് പ്രത്യേകം എടുത്ത് പറയണം. ഈസിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യാൻ. നമ്മൾ സാനിയൊക്കെ ഞെക്കി പിടിച്ച് പൊക്കണം, ഇതങ്ങനെയൊന്നുമില്ല, ഈസിയാണ്. പിന്നെ മറ്റേ സാനി 35 അപേക്ഷിച്ച് ഈ സൈഡിലേക്കാണ് തുറക്കുന്നത്. പിന്നെ അതിന് ഷോക്കപ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, വേണ്ട, സിമ്പിളാണ് അതൊക്കെ. ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരിക. പിന്നെ എൻജിൻ സൈഡിലേക്ക് വരും. ഇത് നമ്മുടെ വാട്ടർ സെപ്പറേറ്ററാണ്. വെള്ളം കാര്യങ്ങൾ വരികയാണെങ്കിൽ റെഡ് സാധനം പൊങ്ങും, നമുക്കറിയാം. ഇത് നമുക്ക് സാനിക്ക് തന്നെ ഏകദേശം സെയിം എൻജിൻ തന്നെയാണ്. അത് സാനി അത് ഡീസൽ ഫിൽറ്റർ, ഇത് വാട്ടർ സെപ്പറേറ്റർ, ഡീസൽ ഫിൽറ്റർ. പിന്നെ ഇത് ഓയിൽ ഫിൽറ്റർ. യാൻമാറിൻ്റെ തന്നെ 3 സിലിണ്ടർ എൻജിൻ. അപ്പോൾ സാനിക്കൊക്കെ തന്നെ സെയിം എൻജിൻ തന്നെ, ചിലപ്പോൾ ട്യൂണിങ് വ്യത്യാസമുള്ളൂ, സെയിം എൻജിൻ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് AC-യുടെ. ഇപ്പോൾ നമ്മൾ സാനി തന്നെ ശ്രദ്ധിച്ചറിയാം, സാനിക്ക് ഇവിടെ ആയിട്ടാണ് ഒരു AC വയ്ക്കാനുള്ള ഒരു നെട്ടിടാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനങ്ങനെ തന്നെ വരുന്നത് കണ്ട, AC കംപ്രസർ ഇവിടെ ബെൽറ്റ് കൊടുത്ത് AC കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻ ഇവിടെ വരുന്നുണ്ട്. പിന്നെ പമ്പ് അവിടെയാണ്, നമ്മുടെ സാനി പോലെ തന്നെ. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ലോക്ക് ഇത് പൊക്കിയിട്ട് നമുക്കിങ്ങനെ തുറക്കാം. ഇവിടെ വരുന്നത് കൂളൻ്റ് ഇതിൻ്റെ ബോക്സ് ഇവിടെ വരുന്നത്. സാനിക്ക് അപേക്ഷിച്ച് എൻജിൻ്റെ അവിടെ വരുന്നത്, ഇതിന് ഇവിടെ വരുന്നത്. പിന്നെ ഇത് AC-യുടെ കണ്ടൻസർ, പിന്നെ ഇത് റേഡിയേറ്റർ, എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ മൗത്ത്. ഇത് AC-യുടെ മറ്റേ ഗ്യാസർ, ഇത് മറ്റേ സാധനം. പിന്നെ ഇത് ബാറ്ററിയുടെ കട്ട് ഓൺ കട്ട് ഓഫ്. പിന്നെ ബാറ്ററി 12 വോൾട്ടിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും XCMGയുടെ ഒരു ലോഗോയും കാര്യങ്ങളും സ്റ്റിക്കറൊക്കെ ഉണ്ട്. അവിടെ EX40 എന്ന് ഒരു ബാഡ്ജും കാണാം. നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ സാനി 35 AC ക്യാബിൻ പോലെ തന്നെയാണ് ഇത് ഇരിക്കുന്നത്, ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ AC ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ 2 വലിയ സൈഡ് മിറർ കൊടുത്തിട്ടുണ്ട്, അതായത് ബാക്കിലെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 3 മിറർ, ഇവിടെ 2 അവിടെ 1, അങ്ങനെ 3 മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ 2 ലൈറ്റ് വരുന്നുണ്ട്.
അത് നമുക്ക് വണ്ടിയിൽ ട്രാവലർ ചെയ്യുമ്പോൾ ആ കേബിളും കാര്യങ്ങളൊക്കെ തട്ടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആ ലൈറ്റ് മുകളിൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. പിന്നെ വൈപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ കിങ് പോസ്റ്റ് നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ സാനിനെ അപേക്ഷിച്ച് അല്പം സ്ട്രോങ് ആണ് ഇതിൻ്റെ. പിന്നെ ഇവിടെ ഇതിൻ്റെ പഞ്ചും കാര്യങ്ങൾ വരുന്നുണ്ട്. XC40U എന്നും പറഞ്ഞിട്ട്. പിന്നെ ഗ്രീസും സ്വിങ്ങിന് ഗ്രീസ് അടിക്കാനായിട്ട് ഉള്ള നോബ്. സൈഡ് സ്വിങ്ങിൻ്റെ റാമ്. പിന്നെ ലോഡറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ലോഡർ റാമ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമുക്കിനി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഡീസൽ അടിക്കാനുള്ള നോബ് ഇവിടെ വരുന്നത്. പിന്നെ ഇത് ഹൈഡ്രോളിക്കിൻ്റെ ബ്രീത്തർ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അത്ര ഉള്ളൂ. സാനിയെ അപേക്ഷിച്ച സ്പേസ് ഇവിടെ ഇത്തിരി കുറവാണ്. അത് AC ക്യാബിൻ ആയതുകൊണ്ട് തന്നെ ഇത്ര സ്പേസ് ഉള്ളൂ. സാനിക്ക് ഇവിടെ ഒത്തിരി സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ ഇത്തിരി കൂടെ ഒതുക്കിയാണ് വന്നത്. പിന്നെ മെഷീൻ എവിടെ നിന്ന് നോക്കിയാലും കറക്റ്റ് 0 ടൈലാണ്. സൈഡിലേക്കൊന്നും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്ക് നല്ല ഒതുങ്ങി നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. ഗ്ലാസും കാര്യങ്ങളൊക്കെ കണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ട്രാക്കിൻ്റെ വീതി ഇത് എടുത്ത് പറയണം. നല്ല വീതി ഉണ്ട്. സാനിയെ അപേക്ഷിച്ച് അല്പം വീതി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിസാനി കയറാൻ അല്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിസാനി കയറില്ല, പുറത്തേക്ക് തള്ളിയേക്കും. ഫസ്റ്റ് ടൈം നിസാന ഐഷറൊക്കെയാണ് കറക്റ്റാണ്. പിന്നെ ഇവിടെ പമ്പ് കാര്യങ്ങൾ ഹൈഡ്രോളിക് പമ്പിൻ്റെ ഇവിടെ ഒരു നെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ചൂട് തന്നെ കുറച്ച് എയർ ഔട്ടായിക്കോളും. അങ്ങനെ ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് നമ്മൾ ഓപ്പൺ ഗ്ലാസ്സുമ്പോൾ തന്നെ XCMGയുടെ ഇതും EX40U എന്നുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി ഓടിച്ചു നോക്കാം. ഈ ക്യാബിനിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു വളരെ ചെറിയൊരു ക്യാബിനാണ് ഇതിന് അറേഞ്ച് ചെയ്തിട്ടുള്ള. വണ്ടിയിൽ ഇരിക്കാൻ അടിപൊളിയാണ്. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ വ്യൂവും കാര്യങ്ങളൊക്കെ മുകളിലൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. അതായത് ഒരു മരം മറിക്കാനോ മറ്റുള്ള മുകളിലെ ബിൽഡിംഗ് വർക്കിനൊക്കെ മുകളിലേക്ക് കാണാനായിട്ട് ഈ ഗ്ലാസ് വളരെ ഉപകാരമാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ബില്ല് ചെയ്താനും കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ വെള്ളം ഒഴിക്കാനുള്ള വെള്ളം കുപ്പി വയ്ക്കാനുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. യാൻമാറിൻ്റെ ആ സെയിം സൗണ്ട് കാര്യങ്ങളും. പിന്നെ AC-യുടെ കാര്യങ്ങൾ ഇവിടെ വരുന്നത്. അത് നമുക്ക് ഓണാക്കാം. AC ഓണായി. ഈ കൂളിങ്ങിനായിട്ട് ഈ ബട്ടൺ അമർത്തണം. AC മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു പമ്മലുണ്ട്. എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഫാൻ മാക്സിമം കൂട്ടിയിടാം. ഫാനിൻ്റെ 3 ഓപ്ഷനാണ് വരുന്നത്. എയറിൻ്റെ അത്യാവശ്യം നല്ല പെട്ടെന്ന് കൂളിംഗ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ് ആയുള്ളൂ. അപ്പോഴേക്കും നല്ല കൂളിംഗ് ഉണ്ട്. ഇനി ഇത്തിരി പോരായികയായിട്ട് തോന്നിയത് ഈ ഡോർ അടയ്ക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അകത്തിരിക്കുന്നത്. ഒരു പൊട്ടണ സൗണ്ട്. ഇതാണ് ലോഡറിൻ്റെ ബ്ലേഡ് വരുന്നത്. ഇത് നല്ല ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കാരണം കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചൂടും അകത്തേക്ക് വരുന്നുണ്ട്. ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ AC-യുടെ ഒരു സ്വിച്ചും കൺട്രോളറും ഇവിടെയാണ് വരുന്നത്. പിന്നെ മീറ്ററിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്യൂൽ മീറ്റർ, ടെമ്പറേച്ചർ മീറ്റർ, പവർ മീറ്റർ, അത് ഈ സിമ്പിളായിട്ടാണ് എല്ലാം കൊടുത്തത്. കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചാവിയുടെ ഓൺ ഓഫും ഇവിടെ തന്നെ ഒരു ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ് നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് റൈഡ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ മിററിൽ കുറേ ഗുണമുണ്ട്. ബാക്ക് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക് കാണാൻ പറ്റും. കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ AC വിൻഡോ ഇവിടെ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മുടെ മുഖത്തേക്കോ ഈ സൈഡിലേക്കോ എവിടേക്കോ ഉള്ള തിരിച്ചു വയ്ക്കാം. അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട്. വൈപ്പറിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നത്. ഇത് ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ ആക്സിലേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇതും വളരെ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ഈസിയാണ്. ലിവറും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് നല്ല ഡെത്ത് തോന്നുന്നുണ്ട് എക്സ്കവേറ്ററിന്. അതായത് ഒരു 12 അടി ഈസി ആയിട്ട് നമുക്ക് താത്താം. ഡെത്ത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. നല്ല കൂളിംഗ് ഉണ്ട്. ക്യാബിന് നല്ല
പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ സാനി 35 അപേക്ഷിച്ച് ഒരു അല്പം നീള വ്യത്യാസം ഉള്ളൂ എക്സ്കവേറ്ററിന്. എക്സ്കവേറ്ററിന് വീതിയും കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഓസിൻ്റെ കാര്യങ്ങളും എല്ലാ രീതികളൊക്കെ ഏകദേശം സെയിം ആണ്. സാനി 35 2 അടി നീള വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നത്. നല്ല സ്റ്റെബിലിറ്റി, ട്രാക്കിന് നല്ല വീതിയിലുള്ള നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വർക്ക് ചെയ്യാനൊക്കെ. നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ നോക്കാം. പിന്നെ സൂയിങ് കൺട്രോൾ ഇവിടെ വരുന്നത് ഹൈഡ്രോളിക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം. പിന്നെ മീറ്റർ ബോക്സ് കാര്യങ്ങളൊക്കെ ഒരു ഈസി ആട്ടോ. അത്യാവശ്യം സെൻസറും കാര്യങ്ങളും മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇവിടെ മറ്റുള്ള വണ്ടികൾക്ക് മെറ്റലും അലൂമിനിയാണ്. സാനിക്ക് അലൂമിനിയാണ്, ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അവിടെ തുരുമ്പിടുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക് ഒത്തിരി കാലം കഴിഞ്ഞ് ചൂടും വെയിലടിച്ച് കഴിഞ്ഞാൽ വലുതാവും, ഒടിഞ്ഞൂടെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രം അലൂമിനിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ കൗണ്ടർ വെയിറ്റിൽ തന്നെ രണ്ട് പെട്ടെന്ന് നോക്കി നമുക്ക് ലൈറ്റ് ആണെന്ന് വോൾവോൻ്റെ ഒക്കെ പോലെ അങ്ങനെ ഒരു ഡിസൈനിൽ ഒരു സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ബാക്കിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ ബാക്കിലേക്ക് കാണാൻ അടിപൊളിയാണ്. ഗ്ലാസ്സൊക്കെ നല്ല ഫ്രീ ആയിട്ട് കാണാം നമുക്ക്. പിന്നെ കമ്പനി വരുന്ന രണ്ട് സ്പീക്കറും മ്യൂസിക് സിസ്റ്റമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിന് വേറെ ഏറ്റവും വലിയ ഗുണം, നമ്മൾ സാക്സസ് 33, തക്കോച്ചി 35 പോലെ തന്നെ ഇതിൻ്റെ ക്യാബിൻ നമുക്ക് മറയ്ക്കാൻ പറ്റും. അതായത് തിരിച്ച് മസ്തയൊക്കെ പോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് അതിൻ്റെ അടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനുള്ള രണ്ട് വിജാഗിരികളാണ് ഇതൊന്ന്, അത് രണ്ട്. ഇതുമേ ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാബിൻ അപ്പുറത്തേക്ക് ഇങ്ങനെ മറയ്ക്കാൻ കഴിയുന്നത്. അത് വളരെ നല്ല ഉപകാരപ്രദമാണ് കേട്ടോ. വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞൊരു 3-നും 4-നും ഇടയ്ക്കൊന്നും പറയണേ. കാരണം മ്യാൻമാർ സാനി എഞ്ചിനാണെങ്കിൽ തന്നെ ട്യൂണിങ് അല്പം വ്യത്യാസമുണ്ട്, പവർ അല്പം കൂടുതലുണ്ട്, അതിലും കട്ടിങ് പവർ എല്ലാം ഇച്ചിരി കൂടുതലുണ്ട്. അതുകൊണ്ട് മൈലേജ് 3.5 ആ റേഞ്ച്, 3.25 ആ റേഞ്ചൊക്കെയാണെന്ന് പറയണത്. അപ്പോൾ RPM വെച്ച് ഓടിക്കുകയാണെങ്കിൽ 3 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കാവുന്നതാണ്. പിന്നെ AC ഇട്ട് ഓടിക്കുമ്പോൾ മൈലേജ് അല്പം കുറയും. കാരണം ചെറിയ എഞ്ചിനായതുകൊണ്ട് തന്നെ AC ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഡൗണിങ് വരുന്നുണ്ട്, ഒരു പിടുത്തം വരുന്നുണ്ട്. അതിൻ്റെ ആയിരിക്കാം മൈലേജ് അല്പം കുറവായിട്ടാണ് പറയുന്നത്. വണ്ടി മ്യാൻമാർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ വണ്ടി ബെറ്ററാണ്. കാരണം ബക്കറ്റൊക്കെ നല്ല ഡെപ്ത് ഉണ്ട്, ലോഡിങ്ങിന് സൂപ്പറാണ്. പിന്നെ ട്രാക്കിന് നല്ല വീതികളുണ്ട്. മറ്റേ ഹൈ റേഞ്ച് മേഖലയിൽ പ്ലാറ്റ്ഫോം പെട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പ്രൈസ് വരുന്നത് ഇപ്പം നല്ല ഓഫറുണ്ട്. 28 സംതിങ് ആയിട്ടാണ് പ്രൈസ് പറഞ്ഞത്. കൃത്യമായ റേറ്റ് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എനിക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കിട്ടിയില്ല. ഞാൻ വണ്ടി കണ്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ നമ്പർ ഒപ്പിച്ച് താഴെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളത് വിളിച്ചു നോക്കിക്കോ. കാരണം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ബെറ്ററാണ്. വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമ്മൾ ശ്രദ്ധിച്ച് ഓടിക്കണം. കാരണം വെച്ചാൽ കമ്പും കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ നല്ല വെയിലാണ്. ഞാൻ വണ്ടിയുടെ ഇപ്പോൾ നല്ല സുഖമായിരുന്നു, പെട്ടെന്ന് കൂളിംഗ് ആവുന്നുണ്ട്. അപ്പോൾ വണ്ടി നല്ല ബെറ്ററായിട്ട് തോന്നുന്നത്. മ്യാൻമാർ എഞ്ചിനായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. എഞ്ചിനാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടികൾ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയി പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത്തിരി തിരക്കായതുകൊണ്ടാണ് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് ഓക്കെ.